ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണോട് പറയുന്നുണ്ട് ഗംഗപ്രസാദ് വന്നെന്ന് കാർത്തിക. പക്ഷെ ആരാണ് ഗംഗപ്രസാദ്, ഗംഗപ്രസാദിന്റെ ഫോട്ടോ എന്താണ്, ഗംഗപ്രസാദ് എങ്ങനെയാ ഇരിക്കണത് ഒന്നും തന്നെ കാർത്തിക പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഗംഗപ്രസാദിനെ കാണാത്തത് കൊണ്ട് തന്നെ കിരൺ ഇങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അടി വഴക്ക് ഉണ്ടാവാണ്. ഒരു ചെറുപ്പക്കാരന് കുറെ പേര് കൂടി അടി ഉണ്ടാക്കിയിട്ട് അയാളെ ഉപദ്രവിക്കുകയാണ്. നമ്മുടെ കിരൺ ആണെങ്കിൽ നോക്കുമ്പോഴേക്കും അത് ഗംഗപ്രസാദ് ഉണ്ട്. പക്ഷെ കിരൺ അറിയില്ലല്ലോ ഇത് ഗംഗയാണെന്നുള്ള സത്യം. അപ്പൊ കിരൺ വിചാരിക്കും ഒരാളെ ഒറ്റക്കിട്ട് തല്ലുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് കിരൺ അതിൽ ഇടപെടുവാണ്. അങ്ങനെ ഗംഗപ്രസാദിനെ കുത്താൻ വന്ന ആൾക്കാർ നിന്നിട്ട് നമ്മുടെ കിരൺ വളരെ വിദഗ്ധമായിട്ട് തന്നെ ഗംഗനെ രക്ഷപ്പെടുത്തുവാണ്. അതിനുശേഷം അവർ തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗംഗപ്രസാദ് പ്രസാദ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ഈ തമിഴനൊക്കെ ആണല്ലോ കാർത്തിക പറഞ്ഞു, ഈ ഗംഗപ്രസാദ് തമിഴനാണ്. അപ്പൊ തമിഴായിരിക്കും സംസാരിക്കണം എന്നൊക്കെ ഒരു വിചാരമുണ്ട് കിരണിനും കല്യാണിക്കും. പക്ഷേ ഇയാൾ മലയാളം പച്ചവെള്ളം പോലെ സംസാരിക്കുക കേട്ടോ. എന്റെ പേര് പ്രസാദ് എന്നാണ് എന്ന് പറയണം. ആ സമയത്ത് നമ്മുടെ കിരൺ പറയണ്ട എന്റെ പേര് കിരൺ എന്നാണ് എന്നിങ്ങനെ പറയുവാട്ടോ. അതിനുശേഷം അവർ പരിചയപ്പെടാൻ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു കൂട്ടും സൗഹൃദവും ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഗംഗപ്രസാദ് അറിയണ താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാർത്തികയുടെ ഒരു ബന്ധുവാണ് കിരൺ എന്ന് പറഞ്ഞ ആള്. കിരൺ ആണെങ്കിൽ തന്നെ കാണുമ്പോ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരാൾ കൂടിയിട്ടാണ്. പക്ഷെ അതിനു മുമ്പ് ഇവര് കൂട്ടുകാരാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോ ആ ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ ചിലപ്പോ ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ മാറാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഗംഗയും കിരണും തമ്മിൽ വല്ലാത്ത കൂട്ടാവുന്ന ഭാഗങ്ങളാണ് ഇനി കാണാൻ പോണത്. മാത്രമല്ല ഗംഗപ്രസാദിനെ കണ്ടാൽ തന്നെ അറിയാം അയാൾ ഈ സീരിയലിൽ വലിയൊരു കഥാപാത്രം തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ചിലപ്പോ സരുവിനെ കല്യാണം കഴിക്കാൻ പോണത് അങ്ങനെ ഗംഗപ്രസാദ് ആയിരിക്കും. കാരണം മനോഹർ ഉപേക്ഷിക്കുമ്പോ സരുവിക്ക് തീർച്ചയായിട്ടും ഒരു ജീവിതം വേണമല്ലോ. അപ്പൊ അങ്ങനെ ഈ ഗംഗ എങ്ങനെ ആയിരിക്കും കല്യാണം കഴിക്കണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഗംഗയും കിരണും തമ്മിലുള്ള ആ ഒരു സൗഹൃദം തന്നെയാണ് അടുത്ത ആഴ്ചയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.